ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്യാൻസർ അതേപോലെ ഡയബറ്റീസ് ഒക്കെ കൂടാൻ കാരണമെന്ന് പറയുന്നു. ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഓപ്ഷനാണ്. അതായത് നോൺ സ്റ്റിക്ക് പാനിലോ പാത്രത്തിലോ കുക്ക് ചെയ്യുന്നത്. ഈ നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ടെഫ്ലോൺ ആണോ? ടെഫ്ലോൺ എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രേഡ് നെയിം മാത്രമാണ്. ആക്ച്വലി ഈ നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ അല്ലെങ്കിൽ PTFE എന്ന് പറഞ്ഞ ഒരു തരം പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്, നമ്മുടെ അലുമിനിയത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. ആ കോട്ട് അവിടെ ഇരിക്കുന്നതിനാണ് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടെഫ്ലോൺ അല്ലെങ്കിൽ ഈ PTFE ഒരു പദാർത്ഥമായിട്ട് കൂടിക്കലർത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോൺ സ്റ്റിക്ക് ക്വാളിറ്റി അതിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അല്പം അകത്ത് പോയാലും ഇതൊരിക്കലും നമ്മുടെ ശരീരത്തിലോട്ട് കയറത്തില്ല. അതേപടി തന്നെ ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളതിനെ പോറൽ വീഴിക്കരുത്. പോറൽ വീണിച്ചാൽ അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ഇരുമ്പോ അലുമിനിയം എക്സ്പോസറോ നമുക്ക് നോൺ സ്റ്റിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഇളക്കുമ്പം ഈ നല്ല പ്ലാസ്റ്റിക് തവിയോ അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന റഫായിട്ടല്ലാത്ത സ്മൂത്തായിട്ടുള്ള സ്പാറ്റിലയോ തവിയോ ഉപയോഗിക്കണമെന്ന് മാത്രം ശ്രദ്ധിക്കുക. സാർ, ഈ നോൺ സ്റ്റിക്ക് ചൂടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക അപകടകാരിയാണോ? അത് അങ്ങനെ പാത്രം ആരും വെറുതെ വെച്ച് ചൂടാക്കണ്ട. അങ്ങനെ ചൂടാക്കിയാലേ പ്രശ്നമുള്ളൂ. അത് ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു 327 ഡിഗ്രിയാണ് അതിൻ്റെ ഈ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ അത്യാവശ്യം ഫ്യൂംസ് വരുന്നത്. അത് വന്ന് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുമാതിരി ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഉണ്ടാകുന്നുള്ളതല്ലാതെ അത് അപകടകാരിയൊന്നും ആകത്തില്ല. ഒരു കാര്യം പ്രത്യേകം നോക്കുക, നമ്മുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രൈയോ വർക്കോ ഒക്കെ ചെയ്താലും അതൊരിക്കലും ഒരു 200 ഡിഗ്രി കൂടുതൽ പോകാറില്ല. അതിൽ താഴെ ഉള്ളൂ. അപ്പം ഈ പുക വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം വെറുതെ വെച്ച് അറിയാതെയൊക്കെ ചൂടാക്കി ഇങ്ങനെ ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ നോർമൽ കുക്കിംഗ് രീതിയിൽ ഒരു രീതിയിലും ഈ പറഞ്ഞ് പുക വരാനോ അത് നമ്മുടെ ശരീരത്തിൽ കയറാനോ ഇടയാവുന്നില്ല. ഇനി അത് കയറിയാലും നമുക്ക് അപകടമൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ഫ്ലൂ പോലത്തെ ചില രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു പനി വരുന്ന പോലെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ.